Okay, so welcome back to another series of Maths Endgame series. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഫെബ്രുവരി മാസം മൊത്തം ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സോ വി വിൽ സ്റ്റാർട്ട് അഗെയിൻ. ഇനി ഞാൻ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല, ഇനി ഡയറക്റ്റ് ഇനി ഒരു ടോപ്പിക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ എൻ്റെ ഒരു പെൻ. ഓക്കെ, ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ടൈപ്പ് 3, ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5. ടൈപ്പ് 4ഉം ടൈപ്പ് 5 ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അഥവാ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പറയാം, അഥവാ എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ടൈപ്പ് 4ഉം ടൈപ്പ് 5 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്പ് 4 എനിക്ക് തോന്നുന്നത് 3 വേരിയബിൾ സിസ്റ്റം, ടൈപ്പ് 5 എന്ന് പറയുന്ന പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് ഇതിന്ന് ജസ്റ്റ് ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രമേ ഞാൻ കാണിക്കുന്നുണ്ടാവും. അത് മാത്രം ആവശ്യമില്ല, വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. മെയിൻലി ടൈപ്പ് 3ലാണ് നമ്മൾ ഫോക്കസ്. പിന്നെ ലാസ്റ്റിലേക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കും. അങ്ങനെ ഈ ആഴ്ചത്തേക്കുള്ള കോട്ട തീർന്ന്. ഇനി അടുത്ത ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഞാനിനി ടൈപ്പ് 6 വെച്ചിട്ടായിരിക്കും ഇനി തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് ശരിക്കും ഒരു ഡോ എക്സ് ഓഫ് ഒരു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഞാനിനി തുടങ്ങുന്നുണ്ടാവുക. വി വിൽ സി, നമുക്ക് അന്നേരം അതിനെ പറ്റി കാണാം. ഓക്കെ, വാലന്റൈൻസ് ഡേ വെയിറ്റിംഗ് അപ്പ്. അപ്പോൾ ഇതാ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. ഇത് ബേസിക്കലി നമ്മളിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ലിമിറ്റ്സ് എന്ന് പറയുന്നത് സെയിം ലിമിറ്റ്സ് തന്നെ, പക്ഷേങ്കിൽ ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ലിമിറ്റ്സ് വരുമ്പോൾ അപ്പോൾ ഈ അതായത് ഒന്ന് കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആണെങ്കിൽ എക്സ് വൈ ടെൻസ് ടു 0 0. ഇവിടെ വേണമെങ്കിൽ ഏത് നമ്പേഴ്സ് ആവും, പക്ഷേങ്കിൽ ജനറലി പറയുകയാണ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ. ഇങ്ങനെ ആയിരിക്കും ഒരു ഫംഗ്ഷൻ തരും. അതായത് ഒരു ഫംഗ്ഷനിൽ ഇപ്പോൾ ഒരു എക്സ് വൈ ഡിവൈഡഡ് ബൈ മറ്റേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കേസിൽ വരുന്ന ടൈമിൽ എക്സിന് അതായത് ഒറ്റയടിക്കാൻ നമ്മളിവിടെ ലിമിറ്റ് കാണുവാണ്. നമ്മൾ പൊതുവെ ഇതൊക്കെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷനായിട്ട് പൊതുവെ കാണാറ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഒരുമിച്ച് വരുവാണെങ്കിൽ ഇത് പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് പ്രശ്നമല്ല. അപ്പോൾ നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കയറുന്ന ചെയ്യാമല്ലോ പണ്ട് ചെയ്യുവാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് എന്താണ്, എക്സിനും ഒരേ ടൈമിൽ തന്നെ എക്സിനും നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, വൈക്കും വാല്യൂ ഇട്ട് കൊടുക്കുന്നത് ചെയ്യുന്നത് 0 × 0 ഡിവൈഡ് ബൈ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും 0/0 ഇത് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരിക. പക്ഷേ ഞാൻ ജസ്റ്റ് ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആക്ച്വലി ഇല്ല, ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇതിന് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. ലിമിറ്റ്സ് അലോങ് ദ കർവ്. ലിമിറ്റ് x tends to x0 plus f of x and limit x tends to x0 minus f of x, reflecting the fact that there are only two directions from which, അതായത് x0 പ്ലസ് എന്ന് പറയുമ്പോൾ x0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്, x0 പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ അപ്രോച്ച്, പിന്നെ x0 മൈനസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ അപ്രോച്ച്. ഐ ബിലീവ് ദിസ് ഇസ് ട്രൂ, the left or right. For functions of 2 or more variables, the situation is more complicated because there is infinitely many different curves along which one point can approach another point. അതായത് ഈ 2 വേരിയബിളിലെ 3 വേരിയബിൾ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരേ പോയിന്റ് കൂടെ തന്നെ വേറെ കർവ്സിന് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ഇതിനെ ലിമിറ്റ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടാസ്ക്കാണ്. നമ്മളപ്പോൾ എന്താ ചെയ്യാം, അവർ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇൻ ദിസ് സെഷൻ, ഞാൻ വെറുതെ കുറേ ഹിസ്റ്ററി കഥ പോലെ വായിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് സഹിക്കണം. പാർട്ട് 6 എത്തിയാൽ നമുക്ക് ശരിക്കും കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്യാം ഗൈസ്. തൽക്കാലത്തേക്ക് പ്ലീസ് ക്ഷമിക്കുവിൻ. അപ്പോൾ അപ്രോച്ചസ് എ പോയിന്റ്, അതായത് ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ ആസ് എക്സ് വൈ അപ്രോച്ചസ് എ പോയിന്റ് x0 y0 അലോങ് എ കർവ് സി ആൻഡ് സിമിലർലി ഫോർ ഫംഗ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. അതായത് ഞാൻ വേണ്ടി ഇത് വായിക്കാം. ഇഫ് സി ഇസ് എ സ്മൂത്ത് പാരാമെട്രിക് കർവ് ഇൻ 2D സ്പേസ് ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ, എന്തൊക്കെ ഇക്വേഷൻ, x = x of t ആൻഡ് x0 = x of t0. അതായത് ഇവിടെ ഒരു 0 വന്നപ്പോൾ ഇവിടെ ഒരു 0 വന്ന്, ആൻഡ് y0 = y of t0. ദെൻ ലിമിറ്റ് xy tends to 0 0 f of xy = ലിമിറ്റ്, അതായത് എലോങ് സി എന്ന് പറയുന്നത് ഏത് കർവ് കൂടിയാണ് ഇത് പോകുന്നതെന്നല്ല നമ്മൾ ഡിഫൈൻ ചെയ്യണം. വെറുതെ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് ഇട്ട് കൊടുക്കാനാവില്ല. നമ്മൾ ഏത് കർവിലൂടെയാണ്, അതായത് ഒരുപാട് കർവ്സ് ഉണ്ട്, ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയാം, അതിൽ ഈ കർവിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ കർവിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഒരു കർവാണ്, ഇതിലൂടെയാണ് പോകുന്നത്, അത് നമ്മൾ സ്പെസിഫിക്കലി പറയണം. അതെന്താണോ കർവ് എലോങ് സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ y = x, അല്ലെങ്കിൽ y = -x, അല്ലെങ്കിൽ y = 0, x = 0, അല്ലെങ്കിൽ y = x², y = x + 6. ഇങ്ങനെ ഇതൊക്കെ ഓരോ കർവുകളാണ്. ഇത് ഇതും സി എല്ലാം സി തന്നെയാണ്. പക്ഷേ നമ്മളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം ഏത് കർവ് കൂടിയാണ്
ഇത് പാസ് ചെയ്യുന്നില്ല. എന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ലിമിറ്റ്സൊക്കെ ആക്ച്വലി ഡിഫൈൻഡ് ആയിട്ടില്ല. എല്ലാത്ത ലിമിറ്റ്സൊന്നും ഇറ്റ്സ് നോട്ട് ബേസിക്കലി, അതായത് ആക്ച്വലി അങ്ങനെ എഴുതുന്ന നൊട്ടേഷൻ തെറ്റാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിമിറ്റ് ടി ടെൻസ് ടു T0. അപ്പോൾ ഈ അതായത് എക്സ് ടെൻസ് ടു X0 എന്നില്ല. അപ്പോൾ എന്താ, അതായത് അങ്ങനെയല്ല, ഈ എക്സ് ടെൻസ് ടു എന്ന് പറയുന്ന XY ടെൻസ് ടു 0 തന്നെ എന്തായിട്ട് മാറും? ഈ പറയുന്ന ടി ടെൻസ് ടു T0 f(x)(t) പിന്നെ y(t) അങ്ങനെ ആയിട്ട് മാറും ഈ സാധനം. അതായത് ഇവിടെ ഞാൻ ഇതൊരു സാധനം വിട്ടുപോയി. y y(t) എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എഴുതേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഇത് മറ്റേ 2 വേരിയബിൾ സിസ്റ്റത്തിൽ 3 വേരിയബിൾ സിസ്റ്റം വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് എക്സ് വൈ സെഡ് ഉണ്ടാവും. സെഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഞാൻ കുറച്ച് തിയറി പറയും, കാരണം ഇത് പുതിയ ടോപ്പിക് ആയതുകൊണ്ടാണ്. If C is a smooth parametric curve in 3D space that is represented by the equation x equal to x of t, x not equal to x of t naught, y not equal to y of t naught, z not equal to z of t naught. അപ്പോൾ z എന്ന് പറയുന്നൊരു വേരിയബിൾ കൂടി ഇവിടെ കയറി വന്നു. ലിമിറ്റ് എക്സ് വൈ സെഡ് ടെൻസ് ടു 0 0 0. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ എന്തൊക്കെ ഉണ്ടാവും? അതായത് ഒരു ഫംഗ്ഷൻ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. എക്സ് വൈ സെഡ്, അതായത് ലിമിറ്റ് എക്സ് വൈ സെഡ് ടെൻസ് ടു, അതായത് ഇപ്പോൾ അലോങ് സി ആണ്. അലോങ് സി എന്ന് പറയുന്ന ഒരു ജനറൽ കർവ് ടെൻസ് ടു 0 0 0 XYZ ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കണം? എക്സിനും വൈക്കും സെഡിനും ഒരേ ടൈമിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റ്സ് ഇല്ല വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ലിമിറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് XYZ ടെൻസ് ടു 0 0 0 f(x(y(z) ഇസ് ഈക്വൽ ടു, അതായത് അലോങ് ദ കർവ് C, അത് ദാറ്റ് ബിക്കംസ് ലിമിറ്റ് t ടെൻസ് ടു T0 f(x)(t), y(t), z(t). ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതണം. ഫൈൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതന്നെ ബേസിക്കലി ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, അത് തന്നെ ഇവിടെയും കാണിച്ചത്. ഇതേ എക്സാമ്പിൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടില്ല. എക്സാമ്പിൾ 1, f(xy) ഇസ് ഈക്വൽ ടു മൈനസ് XY ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഞാനിത് കാണിക്കാം. അടുത്ത പേര് എടുക്കട്ടെ. അപ്പോൾ f(xy) ഇസ് ഈക്വൽ ടു, നമ്മൾ ഫംഗ്ഷൻ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ എന്താണ് ഈ XYZ 3 വേരിയബിൾസ് ആയിട്ട് ഡീൽ ചെയ്ത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 2 വേരിയബിൾ സിസ്റ്റമായിട്ട് ഫസ്റ്റ് ഡീൽ ചെയ്തൊന്നും അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാം. XY ടെൻസ് ടു 0. ഓക്കെ, XY ടെൻസ് ടു 0 0 0 എലോങ് ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എ പാർട്ട് എന്താ? എക്സ് ആക്സിസ്. നമുക്കറിയാം എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, ഇവിടുത്തെ ഇതാണല്ലോ ബേസിക്കലി എക്സ് ആക്സിസിൻ്റെ ജനറൽ ഇക്വേഷൻ. നമ്മൾ സ്ട്രേറ്റ് ലൈൻ എന്താ പഠിച്ചത്? y ഈസ് ഈക്വൽ ടു 0. അവിടെ y കോർഡിനേറ്റ് ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ലിമിറ്റ് എങ്ങനെ എഴുതാം? ലിമിറ്റ് XY ടെൻസ് ടു 0 0 എലോങ് ദ കർവ് y ഈസ് ഈക്വൽ ടു 0. ഇതൊരു കർവാണ്. അതായത് നിങ്ങൾക്ക് തോന്നുന്നു കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ പിടിച്ചിട്ടോ അങ്ങനത്തെ സാധനമൊന്നുമല്ല. അതല്ല, അങ്ങനത്തെ ഒക്കെ അക്സെപ്റ്റബിൾ ആണ്. അതും കർവായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇതൊരു സ്ട്രേറ്റ് ലൈനിൽ ഇതിങ്ങനെ ഒരു കർവായിട്ട് കൺസിഡർ ചെയ്യുക. ഈവൻ അതായത് മറ്റേ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഈവൻ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ കർവ്. ഈവൻ എ സ്ട്രേറ്റ് ലൈൻ ഇസ് കൺസിഡേർഡ് ആസ് എ കർവ് ബേസിക്കലി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ആക്ച്വലി അതിൻ്റെ പിന്നിൽ അതായത് ഒരു സർക്കിളിനെ പോലും സർക്കിൾ ആക്ച്വലി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്ത് ഇതൊരു സ്ട്രേറ്റ് ലൈന്, ഇതൊരു സ്ട്രേറ്റ് ലൈന്, ഇതൊരു സ്ട്രേറ്റ് ലൈന്, ഇതൊരു സ്ട്രേറ്റ് ലൈന്, സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ കുറേ സ്ട്രേറ്റ് ലൈന് ചേർന്നിട്ടാണ് ഒരു സർക്കിൾ പോലും ആക്ച്വലി ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഒരു കർവായിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം. ഐ ഹോപ്പ് ദ ഹിസ്റ്ററി ഈസ് ക്ലിയർ. അപ്പോൾ ഇത് ഹിസ്റ്ററി ക്ലാസ് അല്ല ഇവിടെ നടക്കുന്നത്. പക്ഷേ മാത്സിനടുക്ക് കുറച്ച് ഹിസ്റ്ററി പറയാൻ ഞാൻ നിർബന്ധിതമാകുന്നു. സോ ലിമിറ്റ് ഇനി എന്ത് ചെയ്താൽ മതി? ടി ടെൻസ് ടു T0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 0. ഓക്കെ, നമ്മളെല്ലാ കേസിലും എന്താണ്? ഇവിടെ എല്ലാ കേസിലും ടി ടെൻസ് ടു 0 തന്നെയാണ് വരിക. ഓക്കെ, ഇറ്റ്സ് ഫിക്സഡ്. ടി ടെൻസ് ടു T0 മൈനസ് എന്താണ് f(t,0). അതായത് നമ്മൾ എക്സിനെ എന്ത് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യുക? ടി വെച്ചിട്ട് റിപ്ലേസ് ചെയ്യുക. അതേപോലെ വൈനെ ഏത് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യുക? 0. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് y ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ y വെച്ചിട്ട് ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു 0 എന്തായി? അപ്പോൾ ഈ എവിടെയൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതായിരുന്നു. അപ്പോൾ എവിടെയെല്ലാം എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം ടി എന്ന് കൊടുക്കുക, എവിടെയെല്ലാം y കാണുന്നുണ്ട് അവിടെയെല്ലാം 0 കൊടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടി ഐ ഇൻറ്റു y എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ x സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ പ്ലസ് നമ്മൾ ജസ്റ്റ് ആ വേരിയബിൾസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് തന്നല്ലോ. അതായത് എക്സ് വൈന് പകരം നമ്മൾ ടി എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് കളിക്കുക. എക്സിന് പകരം ടി, വൈക്ക് പകരം 0, അത്രയല്ലോ. പിന്നെ y സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ. ലിമിറ്റ് ഇവിടെ നിങ്ങൾ ആക്ച്വലി ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരില്ല. അതെന്തുകൊണ്ടായിരിക്കും? അന്ന് ആലോചിച്ച് നോക്കും.
മൈനസ് ടി ഇൻറ്റു സീറോ എന്തായാലും സീറോ ഇപ്പോൾ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ. അതായത് സീറോ സ്ക്വയർ എന്ന് പറയുമ്പോൾ സീറോ തന്നെ. ലിമിറ്റ് ടി ടെൻസ് ടു സീറോ, സീറോ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇതെന്തായാലും സീറോ ആയിപ്പോയല്ലോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ഇട്ട് കൊടുക്കാൻ നമുക്ക് വേരിയബിൾ ഒന്നും ഇല്ല. ദിസ് മീൻസ് ദ ഫൈനൽ ആൻസർ ഇസ് സീറോ. ഫൈനൽ ആൻസർ വിൽ ബി സീറോ. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഇനി അടുത്ത ബി നമുക്ക് ചെയ്യാം. ഇനി അടുത്ത വൈ ആക്സിസ്. വൈ ആക്സിസിൽ എന്താ ആൻസർ വരിക? വൈ ആക്സിസിൽ ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സീറോ തന്നെ വരും. എന്തുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് വൈ ആക്സിസ്. ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ എന്താ? എക്സ് ഈക്വൽ ടു സീറോ. എക്സ് കോർഡിനേറ്റിനോട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. നമ്മളെപ്പോഴും ഇവിടുത്തെ ഒരു പോയിന്റ് ഇങ്ങനെ എഴുതുവാണ്, ഇത് സീറോ. നമ്മൾ എഴുതുമ്പോൾ 0 1 എന്നല്ല എഴുതുക, അല്ലാണ്ട് 1 0 എന്നല്ല എഴുതുക ചെയ്തോ. ഇവിടെ 0 6 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇവിടെ എപ്പോഴും എക്സ് കോർഡിനേറ്റ് സീറോയും വൈ കോർഡിനേറ്റ് ഒരു വാല്യൂ ഉണ്ടാകുന്നതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിയർ ദ എക്സ് കോർഡിനേറ്റ് ഈസ് ഓൾവേസ് സീറോ. സോ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ. ഞാൻ ഇനി ഡയറക്റ്റ് എഴുതുവാണ്, ഞാൻ മൊത്തം സ്റ്റെപ്പിന് എഴുതുന്നില്ല. എഫ് ഓഫ് 0t, അതായത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സ്ഥാനത്ത് എക്സിൻ്റെ പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഇവിടെ എന്താണ് ആക്ച്വലി എങ്ങനെയാ? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എലോങ് ദ കർവ് എന്നാണ്, എലോങ്, അതായത് എക്സ് ഈക്വൽ ടു 0 എന്നായിരുന്നു സംഭവം. പിന്നെ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഈ എക്സിന് പകരം ഞാനിവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. കാരണം എന്താ? ഇവിടെ എക്സ് ആക്സിസിൽ 0 ആണ്. വൈക്ക് പകരം ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇനി നമ്മൾ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക മൈനസ് ഓഫ് എക്സിന് പകരം 0, വൈക്ക് പകരം ടി ഡിവൈഡഡ് ബൈ 0 എക്സ് സ്ക്വയർ 0 സ്ക്വയർ, അതായത് മൈനസ് എക്സ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഈ ഇക്വേഷൻ ഞാൻ ഇനീഷ്യൽ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പ്ലസ് മറ്റെന്താ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ. അപ്പോൾ ഇതേ സാധനം ഇവിടെ വീണ്ടും എന്താ? ഈ 0 ആയിപ്പോയി. ഡിവൈഡഡ് ബൈ 0 പ്ലസ് ടി സ്ക്വയർ. ദാറ്റ് മീൻസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 0 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. വീണ്ടും 0 ആയിപ്പോയില്ലേ ലിമിറ്റ്. ഇവിടെ ആക്ച്വലി അപ്പോൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ദിസ് മീൻസ് ഹിയർ ഓൾസോ ദി ലിമിറ്റ് ഇസ് 0. കാരണം നമുക്കൊരു ഇവിടെ ഇപ്പോൾ ഒരു ടി എന്ന് പറയുന്നൊരു ടേം ഉണ്ടെങ്കിലല്ലേ ടിയോ ടി സ്ക്വയറോ ടി ക്യൂബോ അല്ലെ ടി റൈസ്ഡ് 1/2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ടിക്ക് ആ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എനി റിയൽ നമ്പർ എന്താണ്? കെ എന്ന് പറയുന്ന അതായത് കെ ഇസ് ഓൾസോ റിയൽ നമ്പർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ? ഇറ്റ് റിമെയിൻസ് ആസ് കെ. കാരണം എന്താ? ഇവിടെ ലിമിറ്റ് ഇവാലുവേറ്റിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ? നമ്മൾ എന്താണ് ഇവിടെ നമ്പർ അത് അതേപോലെ തന്നെ എഴുതും. ഇവിടെ 0 ആയിട്ട് ഇവിടെ 0 ആയിരുന്നു. ഇവിടെ 1 ആയിരുന്നു, നമ്മളിവിടെ 1 എഴുതും. 1/2 ആണ് 1/2, -1/2 ആണ് -1/2, അത് പറഞ്ഞിട്ട് എഴുതും. ഇത് ആക്ച്വലി ഞാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം അടുത്ത ആൻസറും ഏകദേശം ഞാൻ പറഞ്ഞായിട്ട് സിമിലർ ആണ്. ഇനി അടുത്ത സി പാർട്ട് എന്തായിരുന്നു? സി പാർട്ട് മറ്റേ വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. വൈ ഈസ് ഈക്വൽ എക്സ് ആകുമ്പോൾ ലിമിറ്റ് മറ്റേ ടി ടെൻസ് ടു 0 എന്തായി മാറി? എഫ് ഓഫ് ടി കൊമ ടി എന്നായിട്ട് മാറി. അതായത് ഈ പറയുന്ന നമ്മളെ എക്സ് ആക്സിസ് ആകുമ്പോൾ എക്സ് ഈക്വൽ ടു ടിയും വൈ ഈക്വൽ ടു 0 ആണ്. വൈ ആക്സിസ് ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു ടി. ലൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ രണ്ടിന് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക? ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി. ഇനി വൈ ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിലോ? അപ്പോൾ എക്സിന് ടി ഇട്ട് കൊടുക്കുക, വൈക്ക് മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? വി റീപ്ലേസ് ഇറ്റ് വിത്ത്, അതായത് വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് ടി. കാരണം എന്താ? എക്സ് ടി ആണെങ്കിൽ എന്താണ്? അപ്പോൾ വൈ എന്ന് പറയുന്നത് അതിൻ്റെ മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഓഫ് ടി, അതുകൊണ്ടാണ് വൈ മൈനസ് ടി. അതിന് ഈ വൈ ഇസിക്കൽ എക്സ് സ്ക്വയർ ആണെങ്കിലോ? എക്സ് എന്തായാലും ടി തന്നെ, എക്സ് ടി. ഓക്കെ. പിന്നെ വൈ എന്ന് പറയുന്നത് അതിന് ടീൻ്റെ അപ്പോൾ സ്ക്വയർ ആയിരിക്കും. വൈ ഇസിക്കൽ എക്സിൻ്റെ സ്ക്വയർ അല്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ടി കൊമ ടി ഇനി സിമ്പിളാണല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? മൈനസ് ഓഫ് എക്സ്, അതായത് ഞാൻ വീണ്ടും ഇക്വേഷൻ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇവിടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മൈനസ് ഓഫ് എക്സിന് പകരം ടി, വൈക്ക് പകരം ടി, ഡിവൈഡഡ് ബൈ മറ്റേ എന്താ പറയേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം ടി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ടി സ്ക്വയർ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. മൈനസ് ഓഫ് ടി ഇൻറ്റു ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ. മൈനസ് ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു ചക്ക പ്ലസ് ഒരു ചക്ക, വേറൊരു ചക്ക, 2 ചക്ക. 1 ആപ്പിൾ പ്ലസ് അനദർ ആപ്പിൾ, 2 ആപ്പിൾ. 1 ആപ്പിൾ പ്ലസ് 1 മാംഗോ ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ 2 ടി സ്ക്വയർ. അപ്പോൾ ഇത് കട്ട്, ടി സ്ക്വയർ കട്ട്. മൈനസ് ഇവിടെ എന്താ ബാക്കിയില്ല? -1/2. ലിമിറ്റ് ടി ടെൻസ് ടു 0. ഇവിടെ നമുക്കൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. -1/2.
അപ്പോൾ -1/2 എന്ന് പറയുമ്പോൾ ഇവിടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ എഴുതി -1/2. ഈസി. അടുത്തത് എക്സലൻ്റ്. ഒരുപാട് പേപ്പർ നഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട്, പക്ഷേ പോട്ടെ, ഇതാണ് ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പറയുന്ന y = -x. അപ്പോൾ y = -x എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഞാൻ പറഞ്ഞ പോലെ x t ആണ്, y അപ്പോൾ ഇതിന് നെഗറ്റീവ് ആയിരിക്കും, -t. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയുണ്ട്, t → 0 f of t, -t. അതായത് x കാണുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക? t കൊടുക്കുക. y കാണുന്നിടത്തെല്ലാം -t കൊടുക്കുക. അപ്പോൾ -(x) ആണത് t, y കാണുന്നിടത്തോ -t ഡിവൈഡഡ് ബൈ മറ്റേ x² t² പ്ലസ് y² വീണ്ടും ഓക്കെ t² പ്ലസ് -t². ഏത്? -t ഹോൾ സ്ക്വയർ. ഏതിൻ്റെത്? കാരണം y എന്ന് പറയുന്നത് മൈനസ് ആണല്ലോ, അപ്പോൾ -t ഹോൾ സ്ക്വയർ. ഞാൻ ഈ ടി നിങ്ങൾക്ക് എന്താണ് പൊതുവേ നമ്മൾ ടി ഇങ്ങനെയാണല്ലോ എഴുതുക, ഞാൻ ടീനെ പൊതുവെ ഇങ്ങനെ എഴുതുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ടി പോലെ തോന്നില്ലെങ്കിൽ അതും എന്നോട് ക്ഷമിക്കുക, കാരണം എനിക്കിങ്ങനെ എഴുതി നിങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സോ പ്ലീസ് ഫോർ ഗിവ് മീ ഫോർ ദാറ്റ്. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ. അപ്പോൾ t × t² ഡിവൈഡഡ് ബൈ t² പ്ലസ്, അതായത് -x ഹോൾ സ്ക്വയർ ആണെങ്കിൽ x² വരാൻ തിരിച്ചു വരും. ആ സ്ക്വയർ ഇതിന് ഈ സാധനത്തിന് പോസിറ്റീവ് ആയിക്കോളും. -1 ഇൻറ്റു ഇതായിരുന്നു, അപ്പോൾ ആ സ്ക്വയർ -1ൻ്റെ സ്ക്വയർ +1 ഉണ്ടാവും. അപ്പോൾ 1 × x² പ്ലസ് t². അപ്പോൾ t² ഡിവൈഡഡ് ബൈ 1 ചക്ക പ്ലസ് 1 ചക്ക 2 ചക്ക, അങ്ങനെ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ എപ്പോഴും മറന്നു നമ്മൾ. 1/2. ഇനി ആൻസർ ഇത് t² കട്ട്. ഇനി അടുത്ത ലിമിറ്റ്, ഇവിടെ ആക്ച്വലി ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, t → 0 1/2. ഇവിടുത്തെ ആൻസർ എന്താ? 1/2. കാരണം ഇവിടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ വേരിയബിൾ ഇല്ല, ഒന്നും നമുക്ക് ടിയിൽ ഇട്ട് കൊടുക്കാൻ മാത്രം ഇവിടെ ടി ഒന്നും ഇല്ലതാണ്. അപ്പോൾ ആൻസർ ഇതായിട്ട് ഈ നമ്പർ ആയിട്ട് തന്നെ പുറത്ത് വരും, 1/2 ഫൈനൽ ആൻസർ. നമ്മൾ 4 ക്വസ്റ്റ്യൻ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി 5ാമത്തെ ക്വസ്റ്റ്യന് y = x². ഇതാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. ലിമിറ്റ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുക? അതായത് ഇവിടെ t → 0 f of t, എക്സിൻ്റെ സ്ഥാനത്ത് t. അപ്പോൾ ബേസിക്കലി എക്സ് ടി ആണെങ്കിൽ y എന്ന് പറയുന്നത് x² ആണ്, അപ്പോൾ ടീൻ്റെ സ്ക്വയർ ആയിട്ട് വരും, f of t, t² ആവും. ദാറ്റ് മീൻസ് ലിമിറ്റ് t → 0 മൈനസ് ഓഫ്, ഞാൻ വീണ്ടും ഇവിടെ ഇക്വേഷൻ എഴുതാം, നിങ്ങൾക്ക് വേണ്ടി എത്ര പ്രാവശ്യം മേടിക്കുക ഞാൻ ഇക്വേഷൻ എഴുതാൻ ഞാൻ റെഡിയാണ്. ഐ എം വില്ലിങ് ടു ഡു എനിത്തിങ് ഫോർ യു പീപ്പിൾ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് t ഇട്ട് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് t² ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ x² എന്ന് പറയുമ്പോൾ t² പ്ലസ് y² എന്ന് പറയുമ്പം t² ഉണ്ട് ഓൾറെഡി, പക്ഷെ അതിൻ്റെ മുകളിലൊരു സ്ക്വയർ ഉണ്ട്. അതായത് ഇവിടെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ഒരു പവറിൻ്റെ മുകളിൽ വേറൊരു പവർ എടുക്കുന്നത്. അതായത് a⁻m (n) എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, a⁻mn. x² ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, x2 × 2, അതായത് x4. അതായത് ഇതെന്തായിട്ട് മാറും? t4 ആയിട്ട് മാറും. ലിമിറ്റ് t → 0 മൈനസ് t × t² എന്ന് പറയുമ്പോൾ, അതായത് ഇത് വേറൊരു പവർ റൂൾ, a⁻m × a⁻n. ബേസ് സെയിമും പവർ ഡിഫറൻ്റ് ആണെങ്കിൽ ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, a⁻m + n. അതായത് ഇപ്പോൾ ഈ ടിയും t² ആണെങ്കിൽ t⁻1+, അതായത് ഇവിടുത്തെ പവർ 1 ആണ്, 1 + 3 = t³. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ ഓൾറെഡി ഇല്ലതാണ്, നമ്മൾ ആഡ് ചെയ്ത മൈനസ് അല്ല, ഇക്വേഷൻ ഓൾറെഡി ഇല്ല മൈനസ് ആണത്. t³ ഡിവൈഡഡ് ബൈ t² പ്ലസ് t⁻4. ഇനി എന്താ ചെയ്യുക നമ്മൾ? ഇനി ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത് ആക്ച്വലി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ, ലിമിറ്റ് t → 0. ഇത് ആക്ച്വലി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇതേപോലെ തന്നെ കിടക്കട്ടെ, -t × t² എന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ ഇതിന്ന് ഒരു t² നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, ഒരു വകുപ്പുണ്ട്, t² പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ആൻസർ 0/0 കിട്ടും. അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും കോമൺ ആയിട്ട് t² പുറത്ത്, ഇവിടെ t² പുറത്തെടുത്ത് ഇവിടെ 1 മാത്രം ബാക്കി. ഇവിടെ t⁻4 എന്നൊരു t² കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ t², അതായത് നമ്മളിതിലിപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം, t² × 1/t² ചെയ്താൽ എത്ര കിട്ടും? t² × 1 t² പ്ലസ് t² × t² എന്ന് പറയുന്നത് t⁻4 ആവും. അപ്പോൾ ഞാൻ എടുത്ത് എന്താണ് കോമൺ ഔട്ട് കറക്റ്റ് ആയിരുന്നു, t² × 1 + t². അപ്പോൾ ഈ t²ഉം എനിക്ക് എൻ്റെ പെൻ ആക്ച്വലി കാണുന്നില്ല, അതുകൊണ്ട് അല്ല ഞാൻ റെഡ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ t² കട്ട്. ഇനി നമുക്ക് ലിമിറ്റ് ധൈര്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും?
കാരണം ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ 0/1 + 0² എന്തായാലും ഈ സാധനം 0 ആയിപ്പോൾ, അപ്പോൾ പ്രശ്നമില്ല. 0 ആയിക്കോട്ടെ, ലിമിറ്റ് 0 ആയാലും പ്രശ്നമില്ല. ഇവിടെ എന്തായാലും നമുക്ക് ടീൻ്റെ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ടീന് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്പർ അത് ഇട്ട് കൊടുക്കണം. സോ t → 0 ഉണ്ട്, എവിടെയെല്ലാം t കാണുന്നുണ്ട് അവിടെയെല്ലാം 0 ഇട്ട് കൊടുക്കും. -t പകരം 0 /1 + t² എന്ന് പറയുമ്പോൾ 0² ഈക്വൽ ടു ഇത് കുറച്ച് അത്യാവശ്യം കുറേ കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കുക. എന്തായാലും മൈനസ് കൊണ്ടൊന്നും 0 മൾട്ടിപ്ലൈ ചെയ്ത് 0 ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. മാൻ 0 ഇസ് ദിസ് കൈൻഡ് ഓഫ് തഗ് ലൈഫ്. 0 /1 = 0. മുട്ട കിട്ടും, മുട്ട. 0/0. യെസ്, പൂം. ഇത്രയല്ലോ. അടുത്തത് ഇനിയും നമ്മൾ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരുപാട് ടൈം എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. ഈ ഫണ്ടമെൻ്റൽസ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ടില്ല പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയാലും അതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം ടൈം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ 5 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫിഗേഴ്സൊക്കെ ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. ABC എന്ന് പറയുന്നത് മറ്റേ എക്സ് ആക്സിസ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് സബ് ക്വസ്റ്റ്യൻ 1ൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, സബ് ക്വസ്റ്റ്യൻ 2ൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, സബ് ക്വസ്റ്റ്യൻ 3ൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ല സോറി, അങ്ങനെയല്ല. എക്സ് ആക്സിസ് അതേപോലെ ബി എന്ന് പറയുന്നത് എന്താണ്, y = x എന്ന് പറയുന്ന ലൈൻ. അതേപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ y = x². ഇങ്ങനെയൊക്കെയാണ് ഒരു വല്ലാതെ രസമില്ലാത്തൊരു ഗ്രാഫുകൾ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഗ്രാഫ്സ്. അടുത്ത ഇതിൻ്റെ ആൻസർ ഫൈനലി 0 കിട്ടി. നമ്മൾ ചെയ്ത ആൻസേഴ്സൊക്കെ ശരിയാണോ എന്ന് വെറുതെ നോക്കി നോക്കുക. ഫസ്റ്റത്തെ ആൻസർ 0, സെക്കൻഡത്തെ ആൻസർ 0, തേർഡത്തെ ആൻസർ -1/2, ഫോർത്തത്തെ ആൻസർ 1/2, ഫിഫ്ത്തത്തെ ആൻസർ 0. അപ്പോൾ നമ്മൾ ചെയ്ത ആൻസേഴ്സൊക്കെ റെഡി ആയിരുന്നു. വി ഗെറ്റ് ഫുൾ മാർക്സ്, 5/5. അടുത്തത് ജനറൽ ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. ലിമിറ്റ് xy → x0 y0 f(x y) = L. ഇതാണ് ബേസിക്കലി ആ സ്റ്റേറ്റ്മെൻറ്റ്. Convey that the value of f(x y) can be made as close as we like to the number L by restricting the point xy sufficiently close to but different from the point x. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, xy നമുക്ക് x0 y0ലേക്ക് ടെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് നമ്മൾ അതിനെ എത്തിക്കാൻ വേണ്ടി പറ്റുമോ ലിമിറ്റിന്. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ച് തിയറിയാണ്. തിയറി വായിച്ചു കഴിഞ്ഞാലൊന്നും തിരിയില്ല എന്നുള്ളത് എനിക്കും അറിയാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുകയാണ്. കുറച്ചും കൂടി ഒരു ഫീൽ വരട്ടെ. xy → 1/4 5x³ y² -9. അപ്പോൾ എന്തിട്ട് കൊടുക്കാം, നമുക്ക് ഈ ലിമിറ്റിനെ 2ലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, ലിമിറ്റ് x → ഒരു x0 എന്താണ് f(x) - g(x) ആണെങ്കിൽ 2ലേക്ക് നമുക്ക് ലിമിറ്റ് 2ലേക്ക് 2 ഫംഗ്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും 5 ലിമിറ്റിൽ നിന്ന് പുറത്ത് ഇപ്പോൾ 5 × ലിമിറ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ കുറക്കുവാണ്. xy → 1/4 x³ y² ഈ സാധനം ലിമിറ്റിൻ്റെ പുറത്ത്, ഇതിനെ കൊണ്ട് ആവശ്യമില്ല. ലിമിറ്റ് xy → 1/4 ഇവിടെ ആക്ച്വലി 1 മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. കാരണം നമ്മൾ 9ൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയല്ലോ. 5 × ഇനി എന്തോ ഇട്ട് കൊടുക്കുക, ഏടിയെല്ലാം എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം 1 ഇട്ട് കൊടുക്കുക, ഏടിയെല്ലാം y കാണുന്നുണ്ട് അവിടെയെല്ലാം 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1³ ഇൻറ്റു y എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ -9 × ഇവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ആ നമ്പർ അതേപോലെ തന്നെ ഇത് 1. 5 × മറ്റേ 1³ എന്ന് പറയുമ്പോൾ 1 തന്നെ, 4² എന്ന് പറയുമ്പോൾ 16 -9 × 1 9. 5 × 16 എന്ന് പറയുന്നത് എത്രയാണ്, എന്നോട് മറന്നുപോയി. 80 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 80 -9 = 71. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ എന്താണ്, നമ്മൾ എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുത്ത് xy കറസ്പോണ്ടിങ് വാല്യൂ ഇട്ട് കൊടുത്ത് y അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇട്ട് കൊടുത്ത് സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജനറൽ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റ്സ് അലോങ് സ്മൂത്ത് കർവ്സ്. അതിനെപ്പറ്റി ആക്ച്വലി മെൻഷൻ ചെയ്യുന്നുണ്ടോ റിലേഷൻഷിപ്പ്. ഓക്കെ, സ്മൂത്ത് കർവ് അല്ല, ഇതിൻ്റെ ജസ്റ്റ് തിയറംസ് നിങ്ങൾ വേണ്ടിക്ക് വെറുതെ നോക്കിക്കോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഐഡിയ മനസ്സിലാവുള്ളൂ. കുറേ വെറുതെ തിയറി പഠിച്ചു കഴിഞ്ഞാലൊന്നും മാത്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യാൻ വേണ്ടി ആവില്ല. ഇതാ ഞാൻ പറഞ്ഞത്.
ഇങ്ങനെ ഒരു ലിമിറ്റ്, അതായത് നമ്മൾ ഇവിടെ ഒരു കർവ് ലോങ് ഇന്നേ ലൈൻ ഇന്നേ കർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. വി ഫൗണ്ട് 2 ഡിഫറെൻറ്റ് സ്മൂത്ത് കർവ്സ് അലോങ് വിച്ച് ലിമിറ്റ് ആറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. അതായത് ഇതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ x=0 ഇട്ടെടുത്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, y=x എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഇട്ടെടുത്തപ്പോൾ വേറൊരു വാല്യൂ കിട്ടി. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ പോയിന്റ് കൂടെ എന്താണ് ഡിഫറെൻറ്റ് കർവ്സ് ആണ് പാസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു പാരബോള ആയിരിക്കും, ചിലപ്പോൾ ഒരു ലൈൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു എക്സ് ആക്സിസ് എന്ന് പറയുന്ന ലൈൻ ആയിരിക്കും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. y=x എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനെ കൂടെ പാസ് ചെയ്യുന്ന ഒരു 45 ഡിഗ്രിയിലുള്ള ലൈനാണല്ലോ. അപ്പോൾ ഒരേ 2 പോയിന്റ്സ് കൂടെ വേറെ കർവ്സ് അതായത് എന്താണ് 2Dയിലോ 3Dയിലോ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഫംഗ്ഷൻ വരും തോറും അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ കൂടുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് ബേസിക്കലി തെറ്റാണ്. നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. അത് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ് ഇറ്റ് ഈസ് റോങ്. ഒന്നിക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു കർവിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട് എലോങ് x=0 അല്ലെ എലോങ് y=x അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു കർവിനെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കണ്ടിന്യൂറ്റി ഓഫ് എന്താണ് ദീസ് കൈൻഡ് ഓഫ് ലിമിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മൾ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടോപ്പിക് അത് ഓബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് കിടക്കും. പിന്നെ ഇൻ്റഗ്രേഷനിലേക്കാണ് കിടക്കേണ്ട ആവശ്യം. ഇൻ്റഗ്രേഷന് വരെ ആവശ്യമില്ല. ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമ്മൾ നിർത്തിക്കാളി. പിന്നെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇനി ഭാഗ്യം കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ പാർഷ്യൽ ഇൻ്റഗ്രൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സെമസ്റ്റർ 2 പാർഷ്യൽ ഡെറിവേറ്റീവ് മാത്രമേ ചെയ്യാനുള്ളൂ, ഡിഫറൻസിയേഷൻ മാത്രമേ ചെയ്യണം. അതും ഡിഫറൻസിയേഷൻ്റെ ഒരുപാടൊന്നും ചെയ്യാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാനുണ്ടാവും. കണ്ടിന്യൂറ്റി. A function f of x y is said to be continuous at x0 y0 if f of x0 y0. അതായത് നമ്മൾ ഫംഗ്ഷൻ ഒരു വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക, അതിൻ്റെ നേരെ ഡെഫിനേഷൻ 2 വേരിയബിളിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതിയ ഇത് കണ്ടിന്യൂറ്റിക്കല്ല നമ്മൾ പണ്ട് പഠിച്ച അതേ ഡെഫിനേഷൻ തന്നെ. പക്ഷേ എന്താണ് എവിടെയൊക്കെ എക്സ് എന്ന് മാത്രമുണ്ട്, x0 എന്ന് മാത്രമുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു y0 കൂടി വരും. ഇനിയിപ്പോൾ 3 വേരിയബിൾ ആണെങ്കിലോ x0 y0 z0. അപ്പോൾ 3 വേരിയബിൾസ് ആയിട്ട് വരും. അത്രേ ഡിഫറൻസ് ഉള്ളൂ, വേറൊരു ഡിഫറൻസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലില്ല. ലിമിറ്റ് xy ടെൻസ് ടു x0 y0 f of xy is equal to f of x0 y0. അതന്നെ. In addition, if f is continuous at every point in an open set D, then we say that f is continuous on D, and f is continuous at every point in the xy plane, then we say that f is continuous everywhere. xy പ്ലെയിനിൽ, അതായത് ഇവിടെ ജസ്റ്റ് എക്സ് ആക്സിസിൽ മാത്രമല്ല, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സിലുള്ള വാല്യൂസ് മാത്രം, അതായത് -∞ ടു +∞ ആറിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവറിവെയർ എന്നല്ല പൊതുവെ പറയാറ്. പക്ഷേ XY പ്ലെയിനിൽ, ഈ പ്ലെയിനിൽ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിനിൽ എല്ലാ വാല്യൂസിലും ഇപ്പോൾ ഇവിടെ ഒരു -∞, ഇവിടെയും എന്താ പറയുക അതായത് ഇവിടെ +∞, ഇവിടെ -∞. അപ്പോൾ ഈ കംപ്ലീറ്റ് പ്ലെയിനിൽ എന്താണ് ആ ഒരു പ്ലെയിനിൽ എല്ലാ വാല്യൂസിലും ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ വി സേ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ Z ഉണ്ടെങ്കിലോ, Z ആക്സിസ് ഉണ്ടെങ്കിൽ സെഡിന് എന്തുണ്ടാവും, ഒരു പ്ലസ്, ഇതിപ്പോൾ ഞാൻ വെറുതെ നോട്ട് ചെയ്യാം, +∞, -∞, +∞, -∞, ഇവിടെ എല്ലാം പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവറിവെയർ എന്നും പൊതുവെ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ. അടുത്ത തിയറം, ഇഫ് g of x is continuous as x0 and h of y is continuous at y0, then f of xy equal to g of x into h of y. ഇതിൻ്റെ എന്താണ് ഈ പറയുന്ന രണ്ട് പ്രോഡക്ട്സും രണ്ട് ഫങ്ഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റും എന്താണ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ പൊതുവെ പഠിക്കുന്ന റൂൾസ് ആണ് ബേസിക്കലി. ഇഫ് h of xy is continuous as x0 y0 and g of u is continuous at u equal to h of x0 y0, then the composition, അപ്പോൾ ഈ കോമ്പോസിഷൻസ് ഓഫ് ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണ്. കോമ്പോസിഷൻ f of xy is equal to g of h of xy is continuous at x0 y0. നമ്മൾ പഠിച്ച റൂൾസ് തന്നെ, പക്ഷേ ഇവിടെ ഒരു 2 വേരിയബിൾ സിസ്റ്റത്തിലാണ് പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് f of xy is continuous at x0 y0 and if x of t and y of t are continuous at t0 with x of t0 equal to x0 and y of t0 equal to y0, then the composition f of x of t and y of t is continuous at t0. അതായത് നമ്മൾ കണ്ടിന്യൂറ്റിയിൽ പഠിച്ച അതേ റൂൾസ് തന്നെ വി ആർ ജസ്റ്റ് അപ്ലൈയിങ് ഇറ്റ് വൺസ് അഗൈൻ. ഇനി ഈ ഒരു തിയറം വെച്ചിട്ട് ഒരു എക്സാമ്പിളാണ്. യൂസിങ് ദിസ് തിയറം 13.2.4 എന്ന് പറയുന്ന തിയറം വെച്ചിട്ട് എന്ത് കാണിക്കണം? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻസ് f of xy is equal to 3x² y raised to 5 and f of xy is equal to sin 3x² y raised to 5 are continuous everywhere. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താൽ മതി? ജസ്റ്റ് നമ്മളിങ്ങനെ എഴുതി കൊടുത്താൽ മതി. g of x എന്ന് പറയുന്നത് 3x² ആണ്, h of y എന്ന് പറയുന്നത് y raised to 5 ആണ്. അപ്പോൾ ഈ രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴാണ് f of xy is equal to നമുക്ക് എന്ത് കിട്ടുന്നത്? 3x² y raised to 5. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു, അത് എക്സിൻ്റെ ടേംസിലൊരു ഫംഗ്ഷൻ ആയിരുന്നു, വൈൻ്റെ ടേംസിലൊരു ഫംഗ്ഷൻ ആയിരുന്നു. രണ്ട് ഫംഗ്ഷനെ ജി ഓഫ് മറ്റേ എച്ച് ഓഫ് വൈ എടുത്തപ്പോഴാണ് തോന്നുന്നു നമുക്ക് ഇത് അല്ലെങ്കിൽ ഇത് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു കോമ്പോസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾ ദ പോളിനോമിയൽസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ഓൾ മറ്റേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ഓൾ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആർ ഫംഗ്ഷൻസ്. അപ്പോൾ അതിൽ ആ റൂൾസ് എല്ലാം നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് +1 +2 ആയിട്ട്. അതിന് എന്താണ്, ഈ ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ അതിൻ്റെ ഇതിൽ കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി റിയൽ നമ്പർ. സോ എഫ് ഓഫ് എക്സ് വൈ, പിന്നെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ദിസ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. സിൻസ് 3x square y raised to 5 is continuous at every point in the xy plane and sin u is അതായത് ഈ 3x² y raised to 5 ഓൾറെഡി കണ്ടിന്യൂസ് എവറിവെയർ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സ്, ഇത് ഒരു ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഫംഗ്ഷനിൽ എന്താണ് നമ്മൾ എന്തിട്ട് കൊടുക്കുക, ഈ ഒരു 3x² y raised to 5 ഇതിനെയാണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല. അല്ല ജി ഓഫ് എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുത്താലാണ് ഇത് കറക്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിവേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഹിയർ. കാരണം എന്താ, ഈ ഓൾറെഡി ഈ സാധനം കണ്ടിന്യൂസ് ആണ്, നമ്മൾ സൈനിൻ്റെ ഉള്ളിൽ അത് കോമ്പോസിഷൻ എടുത്തതാണ്, ഇത് സെയിം ഫംഗ്ഷൻ ആണല്ലോ. ദിസ് വിൽ ഓൾസോ ബി, ഇതിൻ്റെ കോമ്പോസിഷൻ വിൽ ഓൾസോ ബി കണ്ടിന്യൂസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. Since it is continuous and sin u is continuous at every real point u, it follows from part b of theorem. ഇതിൻ്റെ തിയറം 2ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇവിടെ കണ്ടോ, at u equal to h of x naught y naught. Yes, that's the meaning. The composition f of x y is equal to sin 3x² y raised to 5 is continuous everywhere. Finish. This is the question. അത്രയേ ഉള്ളൂ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ. ഇതൊക്കെ എന്താണ്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് സെപ്പറേറ്റ്ലി കണ്ടിന്യൂസ് ആണ്, ഇതും സെപ്പറേറ്റ്ലി കണ്ടിന്യൂസ് ആണ്. ഇതിന് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആണ്. കോസ് ഓഫ് എക്സ് ഓഫ് എന്താണ്, ദിസ് ഇസ് കണ്ടിന്യൂസ്, ദിസ് ഇസ് സെപ്പറേറ്റ്ലി കണ്ടിന്യൂസ്. സോ അതിൻ്റെ കോമ്പോസിഷൻ എടുത്താലും കണ്ടിന്യൂസ് ആണ്. മോഡെക്സും കണ്ടിന്യൂസ് ആണ്. മോഡെക്സിൻ്റെ കൂടെ വൈൻ്റെ കോമ്പോസിഷൻ എടുത്താലും ദാറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ദിസ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതെല്ലാം ബേസിക്കലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. A composition of continuous functions is continuous. A sum difference and product of continuous functions is continuous. പിന്നെ a quotient of continuous functions is continuous except where the denominator is 0. നമ്മളിപ്പോൾ ഒരു quotient എന്ന് പറയുമ്പോൾ ഒരു p/q. This is continuous when q the denominator not equal to 0. ഇത് ബേസിക്കലി കോമൺ സെൻസ് വെച്ചിട്ട് നമുക്കറിയാം. കാരണം ഡിനോമിനേറ്റർ 0 പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്കോ നോട്ട് ഡിഫൈൻഡിലേക്കോ പോകും. സോ അത് നമ്മൾ ഒഴിവാക്കണം. വി ഹാവ് ടു റിമൂവ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് എൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ക്യൂ നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴാണ് വി നോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ആ കേസിൽ ഇതിൻ്റെ കേസ് എന്താ, ഇവാലുവേറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ ടെൻസ് ടു -1. എക്സിൻ്റെ സ്ഥാനത്ത് -1 ഇട്ട് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. ഈ ഫംഗ്ഷൻ ഇട്ട് നോക്കി വൈ. അപ്പോൾ എക്സിന് -1 ഇട്ട് കൊടുക്കുക, വൈക്ക് 2 ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ -1ൻ്റെ സ്ക്വയർ + 2ൻ്റെ സ്ക്വയർ. ഫൈനൽ ആൻസർ -2/5 എന്ന് കിട്ടും. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് പോകുന്നത്. സിൻസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ x³ y² ഡിവൈഡഡ് ബൈ 1 - xy. ഈ ഫംഗ്ഷൻ എവിടെയാണ് കണ്ടിന്യൂസ് ആവാണ്ട്, ഇപ്പോൾ ക്വസ്റ്റ്യൻ വരും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ലല്ലോ. സോ 1 - xy നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് xy നോട്ട് ഈക്വൽ ടു 1. xy 1 വരുമ്പോഴാണ് ഈ xy ഈക്വൽ ടു 1 ആണ്. അതായത് എക്സിന് 1ഉം വൈക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 1 × 1 = 1 കിട്ടും. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് ഇവിടെ 0 ആയിപ്പോവും. അത് വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അപ്പോൾ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവറിവെയർ എക്സെപ്റ്റ് ഓൺ ദ ഹൈപ്പർബോള. xy = k എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ xy = 1 എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ഒരു ഹൈപ്പർബോളൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവറിവെയർ എക്സെപ്റ്റ് ഓൺ ദ ഹൈപ്പർബോള xy = 1. Thus f of xy is continuous everywhere except on the hyperbola xy = 1. ഇതാണ് ബേസിക്കലി എൻ്റെ ആൻസർ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നോക്കാം. ഓരോ കുഞ്ഞി എന്താണ് ടോപ്പിക്സ്. ലിമിറ്റ്സ് ആറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു 1-2 എക്സാമ്പിൾസും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ എക്സാമ്പിളും കഴിഞ്ഞ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി
സംടൈംസ് ഇറ്റ് ഈസ് ഈസി ടു റെക്കഗ്നൈസ് വെൻ എ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എക്സിനും 0 ഇട്ട് കൊടുത്ത് വൈനും 0 ഇട്ട് കൊടുത്താൽ 1/0² + 0² 1/0 പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുള്ളൂ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ അപ്രോച്ച് പ്ലസ് ഇൻ പോസിറ്റീവ് ഇൻഫിനിറ്റി as xy tends to 0 0 along any smooth curve. However, it is not evident whether the limit, ഇതിനിപ്പോൾ ഈ ലിമിറ്റിനാണ് നിങ്ങൾ 0 0 ഇട്ട് കൊടുക്കുന്നെങ്കിൽ എക്സും വൈന് 0 0 ഇട്ട് കൊടുക്കുന്നതിന് എന്താ അവസ്ഥ? ഇത് 0² + 0² ഇവിടെ 0 വരും. ln 0² + 0² എന്ന് പറയുന്നത് ln 0. ln 0 ആക്ച്വലി നോട്ട് ഡിഫൈൻഡ് ആണ്. അത് ബേസിക്കലി നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയേണ്ട, പക്ഷേ ഇൻഫിനിറ്റി ആയിട്ട് വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് 0 × ഇൻഫിനിറ്റി ഫോർ. നമ്മൾ പഠിച്ച 7 ടൈപ്സ് ഓഫ് മറ്റേ ഇൻഡെറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. 0/0, മറ്റേ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 × ഇൻഫിനിറ്റി, 1/∞, 0/∞, പിന്നെ അതേപോലെ എന്തെങ്കിലും പറയാം, മറ്റേ എന്തെങ്കിലും പറയേണ്ടത് മറന്നില്ല, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ഫോംസ് ഉണ്ട്. അതിൽ ഈ 0 × ഇൻഫിനിറ്റി ഫോമാണ്. ഇത് നമുക്ക് ആക്ച്വലി സോൾവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൽ ഹോസ്പിറ്റൽ റൂള് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇലിസ്ട്രേറ്റ്സ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ലിമിറ്റ് ബൈ കൺവേർട്ടിംഗ് ടു പോളാർ കോർഡിനേറ്റ്സ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബേസിക്കലി പോളാർ. ഞാൻ പറഞ്ഞൊരു ടൈപ്പ് 5ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പോളാർ കോർഡിനേറ്റ്സിൻ്റെ. അത് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് 3 വേരിയബിൾ സിസ്റ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ജസ്റ്റ് ഒറ്റ എക്സാമ്പിൾ ഞാൻ കാണിക്കേണ്ടത്, അതായത് ലിമിറ്റ് എക്സ് വൈ സെഡ് ടെൻസ് ടു 0 0 0. ഇത് ഏത് പോയിന്റ് വേണിക്കലാവും, പക്ഷേ ഞാൻ 0 0 0 എന്നില്ല ഇതിനൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. f(x(y)(z). ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഇത് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതിങ്ങനെ ചെയ്യുക, ലിമിറ്റ് ഈ പോളർ കോർഡിനേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നില്ല. അഥവാ ഇതിനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറി പോകാൻ പാടില്ല. ഇതിനും നമ്മൾ മറുപടി കൊടുക്കണം. എന്താണ്, യു ഹാവ് ടു ഗിവ് എ ആൻസർ ഫോർ എവറി കൈൻഡ് ഓഫ് ചാലഞ്ച് ഇൻ അവർ ലൈഫ്. എന്തൊക്കെ നമ്മളെ മുന്നിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മളതിനെതിരെ യു ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് ആണ്. യു ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇതിനൊരു കാര്യം ചെയ്യുക, ലെറ്റ് r, θ വിത്ത് ദ പോളർ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് x0. r, θ എന്ന് പറയുന്നതാണ് പോളർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ പോളർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പോവുക. വേരിയബിൾസിനെ കുറക്കേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിതിനെ ഒരു വേരിയബിൾ ആക്കിയിട്ട് ഒരു വേരിയബിൾ സിസ്റ്റത്തിലേക്ക് ഇതിനെ വീണ്ടും ബാക്കോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പറ്റെങ്കിലും ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂളോ വേറെ എന്തെങ്കിലും റൂളോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. r > 0. അപ്പോൾ x = r cos θ. ഇതാണ് ബേസിക്കലി പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റേ +1 മറ്റേ കോംപ്ലക്സ് നമ്പേഴ്സ് വരെയൊക്കെ പഠിച്ചതിൻ്റെ മനസ്സിലായി. നമ്മൾ പൊതുവേ x + iy sin iy എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ x നമ്മൾ r cos θ എന്നും y നമ്മൾ r sin θ എന്ന് പറഞ്ഞാൽ പൊതുവെ കൊടുക്കുക. അതായത് y കുത്തനെ നിൽക്കുന്ന ഈ വെർട്ടിക്കൽ ലൈന് സൈനും ഇങ്ങനെ ഹൊറിസോണ്ടലി നിൽക്കുന്നതിനെ കോസായിട്ട് പൊതുവെ കൺസിഡർ ചെയ്യാറ്. സോ x = r cos θ, y = r sin θ. അപ്പോൾ നമ്മൾ വേരിയബിൾ ജസ്റ്റ് ഒറ്റ സിസ്റ്റത്തിൽ, അതായത് തീറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ r² = ഈ x² + y². അതെന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. r² അല്ലേ, r². അതായത് x² + y², പിന്നെ എന്തുണ്ട് അതൊന്ന് രണ്ടിലും ഇതൊരു cos² θ, ഇവിടെ ഒരു sin² θ. അപ്പോൾ cos² θ + sin² θ 1 ആയിട്ട് മാറും. സോ അതുകൊണ്ടാണ് x² + y². So r is equal to √(x² + y²). That means r tending to 0 plus 0ൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ if and only if xy tends to എന്താണ് 0 0, xy tends to 0 0, we can അത് നമുക്കിനി ഈ ലിമിറ്റ് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം. ലിമിറ്റ് xy tends to 0 0. ഒരു കാര്യം ഇവിടെ ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റുക, x² = r² cos² θ, y² = r² sin² θ. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഇവിടെ ആഡിങ് ഇക്വേഷൻ 1 and 2, x² + y² = r² ഇൻറ്റു, ഇവിടെ r² കോമൺ ആയിട്ട് r² ഇൻറ്റു sin² θ + cos². അഥവാ നിങ്ങൾക്ക് ഇതിങ്ങനെ വന്നതെന്ന്, ഈ സാധനം ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ല, ഞാൻ അതിൻ്റെ ഒരു ഡെറിവേഷൻ കൂടി കാണിക്കുക. രണ്ടും ആഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ r² കോമൺ ആയിട്ട് r² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് sin² θ + cos² θ.
അതാണ് ബേസിക്കലി ചെയ്തത്. 2 സൈഡ് സ്ക്വയർ ചെയ്ത് എന്നിട്ട് 2 ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്ത്. അപ്പോൾ ഈ സാധനം 1 ആയിട്ട് പറയും. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇറ്റ് ഈസ് യൂണിവേഴ്സലി 1. അതൊരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. ബേസിക് നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കുന്ന ആദ്യത്തെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് 1 എന്നില്ല. ആർ സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ആർ ഇസിക്കൽ ടു റൂട്ട് ഓഫ്, നമുക്ക് 6 എന്നുള്ള ടേംസിലാണ് വേണ്ടത്. ആർ ഇസിക്കൽ ടു റൂട്ട്, ഇതിൻ്റെ അപ്പോൾ കംപ്ലീറ്റ് സാധനം റൂട്ട് എടുക്കുക വൈ സ്ക്വയർ. അപ്പോൾ ഈ സാധനം എന്തായിട്ട് മാറും? മറ്റേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ln എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണുന്ന സ്ഥലത്തിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആർ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണുന്ന സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലിമിറ്റ്, അപ്പോൾ ഈ ലിമിറ്റ്സിൽ എന്ത് ചേഞ്ച് വന്നത്? ദിസ് ബിക്കംസ് ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ 0 പ്ലസ് എന്ന് എടുക്കാൻ കാരണം വാല്യൂസ് ഒരിക്കലും റൂട്ടിൻ്റെ ഉള്ളിലെ വാല്യൂസ് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് 0ൻ്റെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ നമ്മൾ ലിമിറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. നെഗറ്റീവ് ഡയറക്ഷനിൽ എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തോട്ടെ? നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് അല്ല ഈ സ്ക്വയർ റൂട്ട് മറ്റേ കോംപ്ലക്സ് മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോയി. അപ്പോൾ അത് പ്രശ്നമാണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 പ്ലസ് പോസിറ്റീവ് ഡയറക്ഷനിൽ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാൻ കാരണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ. ഇപ്പോൾ ആൻസർ സിമ്പിളാണ്, കണ്ടോളൂ. മറ്റേ ln എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ. നമുക്കറിയാം ഈ പവർ നമുക്ക് lnൻ്റെ പുറത്തെടുക്കാം. ലിമിറ്റ് ആർ ടെൻസ് ടു 0 ആർ സ്ക്വയർ ഇൻറ്റു എന്ത് ചെയ്യാൻ പറ്റും? 2 ln ആർ. ഇങ്ങനൊരു കാര്യം ചെയ്യുക, ഈ ആർ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതാൻ എന്നൊന്ന് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് 1/r സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ഇവിടെ 0 പ്ലസ് ആണ്. ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് 2 ln ആർ ഡിവൈഡഡ് ബൈ ഈ സാധനം താഴെ വരുമ്പോൾ 1/r സ്ക്വയർ ആയിട്ട് മാറും. 1/r സ്ക്വയർ വീണ്ടും തിരിച്ചിട്ട് മുകളിലേക്ക് വരും, ആർ സ്ക്വയർ ആയിട്ട് തന്നെ ന്യൂമറേറ്റർ കയറും. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാനാവില്ല. നമുക്ക് എന്താണ് 1/r സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടി വരും. എന്നാലാണ് നമുക്ക് ഇതിനെ ഡിനോമിനേറ്ററിൽ എത്തിക്കാൻ വേണ്ടി പറ്റുക. ഇനി ഒരു കാര്യം ചെയ്യുക, ഇത് രണ്ടിലും ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1/0 സ്ക്വയർ ഇൻഫിനിറ്റി 2 ഇൻറ്റു ln 0 ഇൻഫിനിറ്റി. ഇതൊരു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സാക്ഷാൽ എൽ ഹോസ്പിറ്റൽ റൂൾ, ഒന്നിക്ക് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇങ്ങനത്തെ 2 കേസിൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂള് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ എൽ ഹോസ്പിറ്റൽ റൂൾ എന്താ പറയുന്നത്? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണാം, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണാം. സോ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് അപ്ലൈയിങ് എൽ ഹോസ്പിറ്റൽ റൂൾ. ഇവിടെയൊക്കെ എമർജൻസി ഉണ്ടോ അവിടെയൊക്കെ എൽ ഹോസ്പിറ്റലിനെ വിളിച്ചോളുക, എൽ ഹോസ്പിറ്റൽ റൂൾ. അപ്പോൾ 2 ഇൻറ്റു ln ആർ എന്ന് പറയുമ്പോൾ അതായത് ln എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ln ആർ എന്ന് പറയുമ്പോൾ 1/r ഡിവൈഡഡ് ബൈ 1/r സ്ക്വയർ, അതായത് 1/r സ്ക്വയർ ഇസിക്കൽ ടു r⁻² എന്നാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -2 r⁻1, അതായത് -2/r എന്ന് വരും. അപ്പോൾ -2/r. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുന്ന ടൈമിൽ അങ്ങനെയല്ല വരുന്നത്, ഇവിടെ ആക്ച്വലി -3 ആണ് വരിക. കാരണം പവർ കാരണം -2 -1 എന്ന് പറയുമ്പോൾ -3 ആണ്. ഓക്കെ, -2/r³ എന്നായിട്ട് വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് 2/r ഡിവൈഡഡ് ബൈ -2/r³. അപ്പോൾ ഇവിടുന്ന് ഒരു ആറും r³ ഒരു 6 കട്ട്, അപ്പോൾ r സ്ക്വയർ ബാക്കി, 2ഉം കട്ട്, മൈനസ് മുകളിലേക്ക് പോയി. അപ്പോൾ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് ഇതേത് ഫോർമാറ്റ്? a/b/c/d ഇസിക്കൽ ടു a/b ഇൻറ്റു d/c. ഈ d/c നേരെ തിരിഞ്ഞു തരും. അപ്പോൾ എന്താണ്? മൈനസ് ഇവിടെ ഒരു r സ്ക്വയർ മാത്രം ബാക്കി ആണല്ലോ. അപ്പോൾ ഈ സാധനം നേരെ ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ നേരെ ഒറ്റ പ്രൊമോഷൻ കിട്ടി ന്യൂമറേറ്ററിലെത്തി. ഇനി എന്തിട്ട് കൊടുക്കുക? ആറിന് 0 ഇട്ട് കൊടുക്കുക, -0 സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു 0. യൂസിങ് എൽ ഹോസ്പിറ്റൽ റൂൾ വി ഫൈനലി സോൾവ് ദിസ് ഇക്വേഷൻ. കാണുമ്പോൾ എന്താണ് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നമ്മളിതിനെ പോളാർ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് x r cos തീറ്റയും y r sin തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ച പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയിട്ട് അതിനെ നമ്മൾ മറ്റേ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ട് എമർജൻസി കേസ് നമ്മൾ റെഡിയാക്കി ലാസ്റ്റ് ഫൈനൽ ആൻസർ 0 കിട്ടി. ഇറ്റ്സ് ദാറ്റ് ഈസി ആസ് ദാറ്റ്. എൽ ഹോസ്പിറ്റൽ റൂൾ ഇസ് വൺ ഓഫ് മൈ ഫേവററ്റ് റൂൾസ്. ആഡ്സിൽ എന്തോ അതിനൊരു വേർത്തന്നെ ഒരു ലെവലാപ്പാ. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ ഒരു ഇവിടെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ക്വസ്റ്റ്യനും ഈ 19ാമത്തെ ക്വസ്റ്റ്യനും 22ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാം. അത് 22 സോൾവ് ചെയ്യുക. 19 കുറച്ചും കൂടുതൽ ട്രിക്കിയാണ്. 19 ആക്ച്വലി ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ലിമിറ്റ് അത് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ
എക്സിന് 0, വൈക്ക് 0, സെഡിന് 0 ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല അത്. ഇറ്റ്സ് ആക്ച്വലി ലിറ്റിൽ മോർ ട്രിക്കിയർ ആക്ച്വലി. നമുക്ക് ഏതായാലും ഇത് ചെയ്ത് നോക്കാം. ലിമിറ്റ് ആ 22ാമത്തെ ക്വസ്റ്റ്യൻ XYZ ആക്ച്വലി കുറച്ചും കൂടി സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. 0, 0, 0 ടാൻ ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ, ഇതെനിക്ക് സിമ്പിളായിട്ട് എനിക്കിപ്പം തന്നെ എനിക്കിപ്പം തന്നെ എൻ്റെ ആൻസർ എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. x² + y² + z². ഇവിടെ എന്തിട്ട് ഇവിടെ ഡയറക്റ്റ് ആൻസർ ഇട്ട് കൊടുക്കും. ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം 0² അല്ല x² പകരം 0², വൈന് പകരം 0 അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് സെഡിന് പകരം 0 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇവിടെ പ്രശ്നം പറ്റിയല്ലോ. 1/, പ്രശ്നമില്ല ഞാൻ പറഞ്ഞുതരാം. 1/0 എന്ന് വരും. അപ്പോൾ 1/0 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലെ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് നോട്ട് ഡിഫൈൻഡ്. ടാനിൻ്റെ ഏത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒന്ന് ക്ലെവറായിട്ട് ആലോചിക്കുക. ടാനിൻ്റെ ഏത് വാല്യൂവിൽ ഏത് ആംഗിൾ വരുമ്പോഴാണ് ടാൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകുന്നത്? യെസ്, ഇറ്റ്സ് ബേസിക്കലി 90 ഡിഗ്രി, π/2. സിമ്പിൾ ആൻസർ. π/2 എത്തുമ്പോഴാണ് ടാൻ π/2 ആണ് ഇൻഫിനിറ്റിയിൽ നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് 1/0 വരുന്നത്. അതായത് sin 0 1, cos 0 അല്ലാതെ sin 90 1, cos 90 0. അപ്പോൾ അത് ടാൻ എന്ന് പറയുമ്പോൾ sin/cos ആണല്ലോ. അപ്പോൾ sin 1 ഡിവൈഡ് ബൈ cos 0. അപ്പോൾ 1/0 ഇൻഫിനിറ്റി. യെസ്.